ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. രാജ്യത്തെ ടെക്സ്റ്റൈൽ വ്യവസായത്തിന്റെ മൂല്യം $350 ബില്യൺ ഉയർത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ഭാരത് ടെക്സ് 2025 ഉത്തർപ്രദേശിൽ തുടക്കമായി. 2025-26 സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച കേരള നിയമസഭയിൽ പൂർത്തിയായി. കിഫ്ബി റോഡുകൾക്ക് യൂസർ ഫീ ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. മഹാകുംഭമേളയിലെ പ്രധാന ചടങ്ങായ മാഘ പൂർണിമ സ്നാനത്തിൽ പങ്കെടുത്തത് 1,59,00,000 പേർ. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. അഹമ്മദാബാദ് ഏകദിനത്തിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 357 റൺ വിജയലക്ഷ്യം. രഞ്ജി ട്രോഫിയിൽ 6 വർഷങ്ങൾക്ക് ശേഷം കേരളം സെമി ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. വിമാനത്താവളത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ യാത്രയാക്കി. ഫ്രഞ്ച് നഗരമായ മാർസെയിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ലോക മഹായുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ച 1700-ലധികം സൈനികരുടെ അന്ത്യവിശ്രമ സ്ഥലത്ത് ഇരുവരും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ പദ്ധതിയും ഇരു നേതാക്കളും സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും ആഗോള പ്രാദേശിക പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. യൂറോപ്പ്, പശ്ചിമേഷ്യ, ഇൻഡോ പസഫിക് മേഖലകളിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തതായും മാർസെയിൽ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു. Together and promoting our bilateral relations, he gave an overview of the next generation of economic reforms that's being pursued in India, which were also previewed in the recent budget that was announced, and invited French companies to explore new opportunities in the India growth. സാങ്കേതിക വിദ്യ, നവീകരണം, സ്റ്റാർട്ടപ്പുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അടുത്ത വർഷം ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷമായി ആചരിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായും ശ്രീ വിക്രം മിശ്രി അറിയിച്ചു. മാലിദ്വീപിൽ നിന്നുള്ള പാർലമെന്ററി പ്രതിനിധി സംഘം ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ സന്ദർശിച്ചു. കൂടിക്കാഴ്ചയിൽ ഇന്ത്യ മാലിദ്വീപ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തു. 2029 ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. 2025-26 കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് അഗർത്തലയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച നയങ്ങളും പരിപാടികളും രാജ്യത്തെ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ഉയർത്തിയെന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ വികസന പാതയിലാണെന്നും ശ്രീ സോനോവാൾ പറഞ്ഞു. രാജ്യത്തെ ടെക്സ്റ്റൈൽസ് വ്യവസായത്തിന്റെ മൂല്യം $350 ബില്യൺ ഉയർത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ഗ്രേറ്റർ നോയിഡയിൽ ആരംഭിച്ച രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ ഇവന്റായ ഭാരത് ടെക്സ് 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിപാടിയുടെ രണ്ടാം ഘട്ടം മറ്റന്നാൾ മുതൽ 17 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. 2050 ആഗോള ഊർജ്ജ ഉപഭോഗത്തിൽ ഇന്ത്യയുടെ പങ്ക് ഇരട്ടിയാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. 21ാം നൂറ്റാണ്ടിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ ഒരു പുതിയ ഊർജ്ജക്രമം രൂപപ്പെടുത്തുക സുപ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയുടെ പ്രയോജനം രാജ്യത്തെ 10 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. माननीय प्रधानमंत्री जी ने टोटल एलपीजी की जो कवरेज है 14 करोड़ थी 2014 में, उसको बढ़ा के 33 करोड़ से ऊपर कर दिया. दूसरी उज्ज्वला योजना जो 2016 में शुरू की थी, उसमें आज 10 करोड़ 33 लाख लाभार्थी हैं. उस समय मल्टी डायमेंशनल पॉवर्टी में भी बहुत हुआ. हमारे यहाँ 25 करोड़ हमारे जो नागरिक हैं, दे हैव कम आउट ऑफ मल्टी डायमेंशनल पॉवर्टी. കോസ്റ്റ് ഗാർഡ് സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ കടലിൽ ഒരു ദിനം എന്ന പരിപാടി തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് സംഘടിപ്പിച്ചു. അനഗ്, ഊർജ ശ്രോത, C441, C427 എന്നീ 4 കോസ്റ്റ് ഗാർഡ് കപ്പലുകളിലെ യാത്ര തുറമുഖത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ അകലെ വരെയായിരുന്നു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും യാത്രയിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 2025-26 സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച കേരള നിയമസഭയിൽ പൂർത്തിയായി. സംസ്ഥാനത്ത് സമഗ്ര വികസനം കൊണ്ടുവരാനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിയ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യത്തിന്റെ പകുതിയിൽ താഴെയാണ് നിലവിൽ സംസ്ഥാനത്തിന് ലഭിക്കുന്നത്. ഈ പരിമിതികൾക്കിടയിലും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കിഫ്ബി റോഡുകൾക്ക് യൂസർ ഫീ ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യൂസർ ഫീയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് കിഫ്ബിയുടെ വായ്പകൾ തിരിച്ചടയ്ക്കാനുള്ള സാധ്യതകളാണ് സർക്കാർ പരിഗണിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വിമർശനങ്ങൾക്ക് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടക്കുന്നതിനുള്ള സാധ്യത തെളിയും. അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനുമാവും. കിഫ്ബി കൃത്യമായും സത്യസന്ധമായും വായ്പകൾ തിരിച്ചടക്കുന്നത് കൊണ്ട് തന്നെയാണ് കിഫ്ബിക്ക് മികച്ച ക്രെഡിറ്റ് റേറ്റിംഗ് നിലനിർത്താൻ സാധിക്കുന്നതും ധനകാര്യ സ്ഥാപനങ്ങൾ കിഫ്ബിക്ക് വായ്പകൾ നൽകാൻ സന്നദ്ധമായി വരുന്നതും. സംസ്ഥാനത്തെ 3 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആര്യങ്കാവ് കുടുംബാരോഗ്യ കേന്ദ്രം പുതുതായി അംഗീകാരം നേടിയതായും ഗുരുവായൂർ കൽപ്പറ്റ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പുനഃഅംഗീകാരം നേടിയെടുത്തതായും മന്ത്രി പറഞ്ഞു. വയനാട് ജില്ലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് UDF നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അവശ്യ സർവീസുകൾ, പരീക്ഷ, വിവാഹം, പള്ളിക്കുന്ന് തിരുനാൾ എന്നിവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിലെ പ്രധാന ചടങ്ങായ മാഘപൂർണിമ സ്നാനത്തിൽ ഇന്ന് ഉച്ചവരെ 1,59,00,000-ലധികം പേർ പങ്കെടുത്തു. മാഘപൂർണിമയോടനുബന്ധിച്ച് വിപുലമായ ഗതാഗത ക്രമീകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. തന്ത്രി കണ്ഠരര് രാജീവരരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 17-ന് നടയടയ്ക്കും. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് വീണ്ടും സ്വർണം. 4x400 മീറ്റർ മിക്സഡ് റിലേയിലാണ് കേരളത്തിന്റെ സുവർണ നേട്ടം. വനിതകളുടെ ജൂഡോ 78 കിലോഗ്രാം വിഭാഗത്തിൽ കേരളത്തിന്റെ അശ്വതി PR വെള്ളി മെഡൽ നേടി. പോയിന്റ് പട്ടികയിൽ കേരളം 12ാം സ്ഥാനത്താണ്. സർവീസസ് 1ാം സ്ഥാനത്ത് തുടരുന്നു. രഞ്ജി ട്രോഫിയിൽ കേരളം സെമി ഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കശ്മീരിനെതിരെ സമനില നേടിയാണ് കേരളത്തിന്റെ സെമി പ്രവേശം. 399 റൺസ് വിജയലക്ഷ്യവുമായി 4ാം ദിവസം 2ാം ഇന്നിംഗ്സ് തുടങ്ങിയ കേരളം നിശ്ചിത ഓവർ കഴിഞ്ഞപ്പോൾ 6 വിക്കറ്റിന് 295 റൺസ് എന്ന നിലയിലാണ് കളി അവസാനിപ്പിച്ചത്. ഇതോടെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. എന്നാൽ 1ാം ഇന്നിംഗ്സിൽ നേടിയ 1 റൺ ലീഡിന്റെ പിൻബലത്തിൽ കേരളം സെമി ഉറപ്പിക്കുകയായിരുന്നു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് രഞ്ജി ട്രോഫിയിൽ കേരളം സെമിയിൽ കടക്കുന്നത്. ഈ മാസം 17-ന് തുടങ്ങുന്ന സെമിയിൽ ഗുജറാത്താണ് കേരളത്തിന്റെ എതിരാളി. അഹമ്മദാബാദ് ഏകദിനത്തിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 357 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 10 വിക്കറ്റ് നഷ്ടത്തിൽ 356 റൺസ് എടുത്തു. ഇന്ത്യയ്ക്കായി ശുഭ്മൻ ഗിൽ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 24 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് എന്ന നിലയിലാണ്. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റി FC ഗോവയെ നേരിടുന്നു. മുംബൈ ഫുട്ബോൾ അരീനയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്നും ഇടിവ്. സെൻസെക്സ് 123 പോയിന്റ് ഇടിഞ്ഞ് 76,171-ലും നിഫ്റ്റി 27 പോയിന്റ് നഷ്ടത്തിൽ 23,045-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 63,520 രൂപയും ഗ്രാമിന് 7,940 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. രാജ്യത്തെ ടെക്സ്റ്റൈൽസ് വ്യവസായത്തിന്റെ മൂല്യം $350 ബില്യൺ ഉയർത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ഭാരത് ടെക്സ് 2025-ന് ഉത്തർപ്രദേശിൽ തുടക്കമായി. 2025-26 സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച കേരള നിയമസഭയിൽ പൂർത്തിയായി. കിഫ്ബി റോഡുകൾക്ക് യൂസർ ഫീ ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. മഹാകുംഭമേളയിലെ പ്രധാന ചടങ്ങായ മാഘപൂർണിമ സ്നാനത്തിൽ പങ്കെടുത്തത് 1,59,00,000-ലധികം പേർ. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. അഹമ്മദാബാദ് ഏകദിനത്തിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 357 റൺസ് വിജയലക്ഷ്യം. രഞ്ജി ട്രോഫിയിൽ 6 വർഷങ്ങൾക്ക് ശേഷം കേരളം സെമി ഫൈനലിൽ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.